ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരുപാട് ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ടാണ്. കാരണം എല്ലാവരുടെ അടുത്തും എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ ഇന്നലെ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് ഗൈസ്. അപ്പോ അതിന്റെ അതെനിക്ക് ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര സന്തോഷമാണ്. കാരണം എന്റെ ചാനൽ തുടങ്ങിയിട്ട് ഇന്നലെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് 56ാമത്തെ ദിവസമാണ്. ഇന്നലെ 55 ദിവസം ആയപ്പോഴേക്കും എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തു. കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ ഇത്ര പെട്ടെന്ന് അത് നടക്കും എന്നുള്ളത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ ചാനലിൽ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കിട്ടാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്. കാരണം ഞാൻ ഒരു സാധാരണ ഒരാളാണല്ലേ, ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം, എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, അറിയാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ എന്റെ ഒരു ഡെയിലി വ്ലോഗുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഞാൻ എന്റെ ചാനലിൽ ഇട്ട് തുടങ്ങിയത്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഞാൻ നന്ദി പറയണം കേട്ടോ. അപ്പൊ ഞാൻ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യും. അതായത് 1000 സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്റൈസ് ആവാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഒരു ക്രൈറ്റീരിയയാണ്. അപ്പൊ അത് എങ്ങനെ പെട്ടെന്ന് കിട്ടാം, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഒന്നും എഴുതി വെച്ചിട്ടില്ല, എഴുതി വെച്ചിട്ട് ഈ വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എക്സൈറ്റ്മെന്റ് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ എടുത്താണ്. അപ്പൊ ഞാനൊന്ന് ഓർത്ത് പറയാട്ടോ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലും. അപ്പൊ എന്റെ ചാനലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വ്ലോഗുകൾ, ഫാമിലി വ്ലോഗ്, അതായത് എന്റെ ചാനലിന്റെ പേര് തന്നെ നിങ്ങൾക്കറിയാം, മാതീസ് വേൾഡ്. എന്നെ റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ചാനലായിരിക്കും അത്. അപ്പൊ അതിൽ ഞാൻ ഡെയിലി വ്ലോഗുകൾ ഇടാറുണ്ടായിരുന്നു, പ്രൊഡക്ട്സിന്റെ റിവ്യൂസ് ഒക്കെ ഇടാറുണ്ടായിരുന്നു. പിന്നെ കുറെ കുക്കിംഗ് വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. അങ്ങനത്തെ വീഡിയോകളായിരുന്നു, എന്നെ റിലേറ്റ് ചെയ്യുന്ന വീഡിയോസ് ആണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പൊ അതൊക്കെ ഇഷ്ടപ്പെട്ട് കുറേശ്ശെ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത്, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എന്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തു സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ല. അത് നമ്മളൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസ് ആദ്യമെങ്കിലും കുറച്ച് ആൾക്കാർ കാണുകയുള്ളൂ. അങ്ങനെ നമുക്ക് വ്യൂസ് കിട്ടുകയുള്ളൂ. കാരണം കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടാലേ യൂട്യൂബ് ഇത് എന്ത് ചെയ്യുള്ളൂ, സ്വയം ഇത് റെക്കമെൻഡ് ചെയ്ത് മറ്റുള്ള ആൾക്കാർക്ക്, അതായത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത, നമ്മളെ അറിയാത്ത ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുള്ളൂ. അപ്പൊ ആദ്യം കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സിലായിരിക്കരുത്. കാരണം അത് ഈ 1000 സബ്സ്ക്രൈബർ ആയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് ഓടിയ ഒരാളാണ് കേട്ടോ. അപ്പോൾ അതല്ല ശരിക്കും. കാരണം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ പുറത്തുള്ള ഒരുപാട് പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുവഴി എങ്ങനെയായാലും 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള മിനിമം ക്രൈറ്റീരിയ നമ്മൾ മെറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ അതിന്റെ പിന്നാലെ ആരും ഓടി തളരാതിരിക്കുക. നമുക്ക് എന്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ, 1000 സബ്സ്ക്രൈബേഴ്സിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ലോങ് വീഡിയോസ് ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു ലോങ് വീഡിയോ, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 2 or 3 ലോങ് വീഡിയോസ് ഇട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡെയിലി ഒരു ലോങ് വീഡിയോ വെച്ചിടുക. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ വാച്ച് അവേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയയിൽ നമുക്ക് ആ ഒരു ടാർഗറ്റ് മെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു ലോങ് വീഡിയോ ഇടുക. പിന്നെ നിങ്ങൾ ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെയിലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5ൽ കൂടുതൽ ഷോർട്സ് എങ്കിലും ഇടുക. എന്ത് തരം ഷോർട്സ് ആണ് നിങ്ങൾ ഇടുന്നത് എന്നുള്ളത് നിങ്ങളുടെ കണ്ടന്റ് ആണല്ലോ. അപ്പൊ എന്ത് കണ്ടന്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു 5 ഷോർട്സ് മിനിമം ഇടാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പോൾ പുതുതായിട്ട് യൂട്യൂബിലേക്ക് വരുന്ന ഒരാൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആർക്കും അറിയില്ല അല്ലെ. നമ്മൾ സാധാരണ ഒരാളാണ് ഒരു ചാനൽ തുടങ്ങുന്നത്, അപ്പൊ നമ്മളെ ആർക്കും അറിയില്ല. അപ്പം ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തണം എന്നുണ്ടെങ്കിൽ ഷോർട്സ് ആയിരിക്കും ഏറ്റവും നല്ലൊരു മാർഗം എന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പേഴ്സണലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇടുന്ന ഷോർട്സ് നല്ല ഷോർട്സ് ആണ്, നല്ല കണ്ടന്റ് ഉള്ള ഷോർട്ടാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും യൂട്യൂബ് എന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമ്പോൾ അവർ ലൈക്ക് ചെയ്യും, കമന്റ് ചെയ്യും, കൂടാതെ സബ്സ്ക്രൈബും ചെയ്യും. നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല, അവർ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഷോർട്സ് വഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ പറയുന്നത് ഡെയിലി ഒരു 5 ഷോർട്സ് എങ്കിലും ഇടാൻ ശ്രമിക്കുക, ഒരു ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കുക. പിന്നീട് ഞാൻ ചാനൽ തുടങ്ങി, ഇൻക്ലൂഡിങ് മീ, എന്റെ കാര്യം ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ചാനൽ തുടങ്ങി ആദ്യ സമയങ്ങളിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുക എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ എയിം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ചാനലിന്റെ അടിയിലൊക്കെ പോയിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ പലരും കമന്റ് ഇടുന്നുണ്ട്, കൂട്ടായി തിരിച്ചു കൂട്ടാക്കുമോ എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും എന്ത് ചെയ്തു, ആദ്യം അതുപോലെയൊക്കെ ഒരു 3-4 വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ഇട്ടു. അങ്ങനെ എന്റെ മെസ്സേജ് കണ്ടിട്ട് കുറച്ച് പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്യും.
ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് അവരെയും സബ്സ്ക്രൈബ് ചെയ്യും. ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇവരെല്ലാം എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും. അപ്പൊ എന്റെ സബ്സ്ക്രൈബർ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഞാനത് മറന്നു പോവുകയും ചെയ്യും അവരെ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം. അവർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്യും, എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പൊ ആ ഒരു എന്താ പറയാ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതിനായിരിക്കില്ല. കാരണം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവർ നമ്മളുടെ വീഡിയോസ് ഒന്നും കാണുന്നില്ല. നമുക്ക് വീഡിയോ കണ്ടാലേ വാച്ച് അവർ കിട്ടുള്ളൂ, നമ്മുടെ വ്യൂസ് കൂടുകയുള്ളൂ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് വാച്ച് അവേഴ്സ് കൂട്ടുകയും വ്യൂസ് കൂട്ടുക. അപ്പൊ ഒരിക്കലും ആരുടെയും വീഡിയോയുടെ അടിയിൽ പോയിട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം, ഞാൻ കൂട്ടാക്കി തിരിച്ച് കൂട്ടാക്കാമോ, കൂടിയിട്ടുണ്ട് തിരിച്ചു കൂടാമോ, അങ്ങനെയുള്ള മെസ്സേജുകൾ ഇട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാതിരിക്കുക. കാരണം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ഏതെങ്കിലും ഒരു റീല് കയറി വൈറലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ താനേ വരും. പിന്നെ നമ്മൾ ഡെയിലി ഒരു കണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ടും നമുക്ക് അതിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അധികമായിട്ട് കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇടയ്ക്ക് ഡെയിലി വ്ളോഗുകൾ ഇടാറുണ്ട്. ഡെയിലി വ്ളോഗ്സ് ഇടുമ്പോൾ, കുക്കിംഗ് വീഡിയോസ് ഇടുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട്. പക്ഷെ ഞാൻ റീൽസ് ഒന്നും ചെയ്യുന്ന ഒരാളല്ല. വെറുതെ ബോർ അടിച്ചപ്പോൾ എനിക്ക് ഒരു ദിവസം വീഡിയോ ഒന്നും ഇടാനുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു റീൽ ചെയ്തിട്ടു കേട്ടോ. ഫസ്റ്റ് ടൈം എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന റീലാണ്. ഇതുവരെ ഇൻസ്റ്റയിലോ മറ്റോ ടിക്ടോക്കിലോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഒന്നും ഞാൻ റീൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണ്. കാരണം അന്ന് എനിക്ക് കാരണം കൺസിസ്റ്റൻസി ഒരു മെയിൻ ഒരു കാര്യമാണ് നമ്മുടെ ഈ യൂട്യൂബിൽ സക്സസ് ആവുന്നതിന്റെ. ഡെയിലി വീഡിയോസ് ഇടുക എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് വീഡിയോ തീരെ ഇടാൻ പറ്റില്ല, ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, എൻ്റെ സ്റ്റോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്നെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഡെയിലി രാവിലെ ഒരു വീഡിയോ എടുത്താൽ അതാണ് അന്ന് ഇടുന്നത്, നാളത്തെ വീഡിയോ നാളെ എടുക്കും. അങ്ങനെയാണ് ഞാൻ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം എനിക്ക് വീഡിയോ എടുക്കാനില്ലാഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു റീൽ എടുത്തിട്ടു. ആ റീല് ഭയങ്കരമായിട്ട് വൈറലാകുകയും എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയും ചെയ്തു. അപ്പൊ എന്ത് ചെയ്യണം, എന്റെ കുക്കിംഗ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, എന്റെ റീല് കണ്ട് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, എന്റെ ഡെയിലി വ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ. അപ്പൊ ഇവരെ 3 പേരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പിന്നീട് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്റെ റീൽസ് കുറെ കൂടി ആൾക്കാരിൽ എത്തുകയും കുറെ ആൾക്കാരിലെത്തി അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിയത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നല്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നല്ല കണ്ടന്റ് എടുക്കുക. നിങ്ങൾ എന്ത് കണ്ടന്റ് ആണെങ്കിലും ഡെയിലി ഇടാനായിട്ട് ശ്രമിക്കുക. ഡെയിലി ഒരു വീഡിയോ എങ്കിലും കുറഞ്ഞത് നിങ്ങൾ ഇടണം, അത് മസ്റ്റ് ആണ്. ഒരു ദിവസം പോലും മുടങ്ങരുത്. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കണ്ട് നമ്മളിപ്പോൾ റീൽസ് ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഡെയിലി അത് അപ്ലോഡ് ചെയ്യുക. ഷോർട്സ് ഇടുന്നവർ മിനിമം ഒരു 4-5 ഷോർട്സ് ഡെയിലി ഇടുക. ഡെയിലി ഉള്ള വീഡിയോസ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക. അതുപോലെ സബ്സ്ക്രൈബേഴ്സ് വേണം, സബ്സ്ക്രൈബ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എല്ലാവർക്കും തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ എന്താണെന്ന് അറിയാമായിരിക്കുമല്ലേ. അതിൽ നമ്മുടെ ഓവർവ്യൂ, നമ്മുടെ അനലിറ്റിക്സിൽ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് ഉണ്ട്. ആ ഓഡിയൻസിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി, അതായത് മൺഡേ ടു സൺഡേ മൺഡേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടുന്ന ഏത് സമയമാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ആ ടൈം നോക്കിയിട്ട് വീഡിയോ ഇടുക. ഞാൻ ആദ്യം ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് സമയമൊന്നും ഇല്ലായിരുന്നു. തോന്നുന്ന സമയത്ത് എനിക്ക് ഫ്രീ കിട്ടുന്നല്ലേ, എൻ്റെ വീഡിയോ റെഡി ആവുന്ന ഞാൻ അപ്പോഴാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഞാൻ ആ ഓഡിയൻസ് റിട്ടൻഷൻ പോളിസി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂസ് ഏറ്റവും കൂടുന്ന സമയം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലായിരുന്നു. ഒരു 5 മണി മുതൽ അല്ലെങ്കിൽ ഒരു 4 മണി മുതൽ ഒരു 11 മണി വരെയുള്ള സമയങ്ങളിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ നല്ല നല്ല ഷോർട്സുകളും എൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ എനിക്ക് കുറേ വ്യൂസ് കിട്ടി. അതിൽ നിന്നും കുറേ ആൾക്കാരിലേക്ക് എൻ്റെ വീഡിയോ ഷെയർ ആയിപ്പോയിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അതും നോക്കണം. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക. ഡെയിലി ഒരു വീഡിയോ എങ്കിലും കുറഞ്ഞത് അപ്ലോഡ് ചെയ്യുക. കൂടുതൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു വീഡിയോയുടെ അടിയിൽ പോയി കമന്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ കണ്ടന്റിൽ വിശ്വസിച്ച് നമ്മൾ ഇടുക. നമ്മൾ വിചാരിക്കാത്ത വീഡിയോസ് ഒക്കെ ആയിരിക്കും കയറി റീച്ച് ആവുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. അപ്പൊ നല്ല നല്ല കണ്ടന്റുകൾ ഇടുക. ഓഡിയൻസ് റിട്ടൻഷൻ നോക്കിയിട്ട് ആ ടൈമിലുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. വാച്ച് അവേഴ്സും ആണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്രൈറ്റീരിയ മെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെയിലി ലോങ് വീഡിയോസ് ഇടാൻ ശ്രദ്ധിക്കുക. ഷോർട്സ് മാത്രമാണ് നോക്കുന്നതെങ്കിൽ ഡെയിലി ഒരുപാട് ഷോർട്സ് ഇടുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ എന്ത് വീഡിയോ കണ്ടിട്ടാണോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തത് ആ വീഡിയോസിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല കണ്ടന്റുകൾ ഇടുക. ഇതൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെ തന്നെ
എത്രയും പെട്ടെന്ന് നിങ്ങൾക്കും 1K സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും ഒരു വലിയ ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയുകയാണ്. അതുപോലെ എന്റെ ചാനൽ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ ചാനൽ റിലേറ്റ് ചെയ്യുന്നത് എന്റെ ചുറ്റുമുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡെയിലി വ്ളോഗ്, ഫാമിലി വ്ളോഗ്സ്, പ്രൊഡക്റ്റ് റിവ്യൂസ്, റീൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫൺ വീഡിയോസ്, ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. യൂട്യൂബിൽ എങ്ങനെ സക്സസ് ആകാം എന്നുള്ളതിനെ പറ്റിയുള്ള റിവ്യൂ ഇടുന്ന ആളെ അല്ല ഞാൻ. പക്ഷെ 1K സബ്സ്ക്രൈബർ ആയ സ്ഥിതിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ ചെയ്ത കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ അങ്ങനെ ഇനി മുന്നോട്ടും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഞാൻ ഇത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.